ദെൻ ലെവൽ 2 വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഫൈവറിൽ തന്നെ നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏതൊരു കീവേഡ്, ഉദാഹരണത്തിന് ലോഗോ ഡിസൈനിങ് ആണെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ വെബ് ഡിസൈനിങ് ആണെന്നുണ്ടെങ്കിലും വെബ് ഡെവലപ്മെന്റ് ആണെന്നുണ്ടെങ്കിലും മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാറ്റിനും തന്നെ നമുക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ പേജിൽ ഒരുപാട് ലെവൽ 2 സെല്ലേഴ്സിനെ കാണാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരുപാട് ലെവൽ 2 സെല്ലേഴ്സ് ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക്. ലെവൽ 2 സെല്ലർ, ലെവൽ 2 സെല്ലർ, ലെവൽ 2 സെല്ലർ, ലെവൽ 2 സെല്ലർ. അപ്പോൾ ഇത്രയധികം ആളുകൾ ലെവൽ 2 വരാനുള്ള കാരണം, അല്ലെങ്കിൽ ലെവൽ 2 ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി പീപ്പിൾ ലെവൽ 2 നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതായത് ഫൈവറിൽ വന്നിട്ട് ലെവൽ 2 ആയിട്ട് ടോപ്പ് റേറ്റർ ആവാനുള്ള എല്ലാ റിക്വയർമെൻറ്റും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലും പല ആളുകളും ലെവൽ 2 തന്നെ നിൽക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് മെയിൻലി ആദ്യത്തെ റാങ്കിങ്ങിൽ, അതായത് ഫൈവറിലേക്ക് വരുന്ന ആദ്യത്തെ റാങ്കിങ് പേജുകൾ 1, 2, 3 പേജുകളിലൊക്കെ തന്നെ എപ്പോഴും ലെവൽ 2 സെല്ലേഴ്സിനെ ഇവർ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ലെവൽ 2 സെല്ലേഴ്സിനെ മിക്ക പേജുകളും നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ടോപ്പ് റേറ്ററിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര അധികം ടോപ്പ് റേറ്റർ സെല്ലേഴ്സ് പല കാറ്റഗറിയിലും ആദ്യത്തെ പേജിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ പേജിലോ അധികം കാണാറില്ല. എന്നാൽ അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ടോപ്പ് റേറ്ററിൻ്റെ കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ പേജിൽ കംപ്ലീറ്റ് ടോപ്പ് റേറ്റർ സെല്ലറിന് വരാനുള്ള കൗണ്ട് അതിലുണ്ടായിരിക്കും. പക്ഷേ എങ്കിൽ കൂടി അതിനിടയിലൊക്കെ തന്നെ ഈ ലെവൽ 2 സെല്ലേഴ്സ് ഒരുപാട് വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. ലെവൽ 2 സെല്ലേഴ്സ്, ലെവൽ 1 സെല്ലേഴ്സ് ഒക്കെ തന്നെ. ഇവിടെ ഈ ടോപ്പ് റേറ്റർ സെല്ലറിൽ നിന്നും നമ്മൾ ലെവൽ 2 ഡൗൺഗ്രേഡ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവാറുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. അതായത് എല്ലാ ലെവലിലും നമുക്ക് അപ്ഗ്രേഡ് കിട്ടുന്ന പോലെ തന്നെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈവർ നമ്മുടെ ഗിഗുകൾ, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ബാഡ്ജുകളെ ഡൗൺഗ്രേഡ് ചെയ്യുന്ന കൂടിയുണ്ട്. അതായത് നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ട് നോർമലായിട്ട് കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ലെവൽ 2 നമ്മൾ ലെവൽ 1 അതുപോലെ ലെവൽ 1 നമ്മൾ ന്യൂ സെല്ലറിലേക്കൊക്കെ അവർ ഡൗൺഗ്രേഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ലെവൽ 2 ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നോക്കാം. ലെവൽ 2 ആവാൻ വേണ്ടിയിട്ട് നമുക്ക് 120 ദിവസം, ഓക്കെ, അവിടെ 60 ദിവസം എന്നുള്ളത് മാറി ഇപ്പോൾ 120 ദിവസത്തോളം നമ്മൾ ആക്റ്റീവായിട്ടുള്ള ഒരു സെല്ലറായിട്ട് ഫൈവറിൽ തുടരണം. ദെൻ കംപ്ലീറ്റ് അറ്റ്ലീസ്റ്റ് 50 ഓർഡേഴ്സ്, ഓക്കെ, ടോട്ടൽ 50 ഓർഡേഴ്സ്. അതായത് ന്യൂ സെല്ലർ ആയിരിക്കും, ലെവൽ 1 ആയിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് 50 ഓർഡേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ലെവൽ 2 കയറാൻ സാധിക്കുന്നത്. ദെൻ ഏൺ $2,000, ഓക്കെ, അതായത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ മണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 1.5 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നുണ്ടായിരിക്കും. 1.5 ലക്ഷം രൂപയുടെ അടുത്ത് ഏൺ ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ ലെവൽ 2 ബാഡ്ജിലെ ആളുകൾ. ഓക്കെ, അപ്പോൾ അതിവിടെ നമുക്ക് ഈ ലെവൽ 2 ബാഡ്ജ് എന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഉറപ്പിക്കാം ഇവരൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, 1.5 ലക്ഷത്തോളം ഒരു എമൗണ്ട് ഫൈവറിൽ നിന്നും ഏൺ ചെയ്തിട്ടുള്ള ആളുകളാണ്. കാരണം അവർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഈ ഒരു ലെവൽ 2 സെല്ലർ ബാഡ്ജ് ലഭിക്കുന്നത്. ദെൻ ബാക്കിയെല്ലാം മറ്റതിൽ പറഞ്ഞതുപോലെ തന്നെ മെയിൻറ്റെയിൻ 4.7 സ്റ്റാർ റേറ്റിംഗ്. ദെൻ വാണിങ്ങിൻ്റെ കേസും സെയിം തന്നെയാണ്. അതായത് 30 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് മറ്റു വാണിങ്ങുകളൊന്നും ലഭിക്കരുത്. ഇവിടെ ഈ ഒരു കൗണ്ട് മാത്രം നോക്കുക, ഡേയ്സിൻ്റെ കൗണ്ട് 120 ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ 50 ഓർഡേഴ്സ്, ഓൾ ടൈം 50 ഓർഡേഴ്സ്, അത് എല്ലാ സമയവും അടക്കം, അതായത് ന്യൂ സെല്ലറിലും ലെവൽ 1 ഇരിക്കെ 50 ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ മതി. ദെൻ നമുക്ക് നമ്മുടെ ടോട്ടൽ ഏണിങ് $2,000 ആയി കഴിഞ്ഞാൽ, അതായത് 1.5 ലക്ഷം രൂപ ആയി കഴിഞ്ഞാൽ, 1,48,000 രൂപയൊക്കെയാണെന്ന് തോന്നുന്നത് ഒരു എമൗണ്ട് നമ്മൾ ഈ ഇന്ത്യൻ റുപ്പിയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. സോ ഈ $2,000 നമുക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലെവൽ 2 ഇത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെവൽ 2 ബാഡ്ജ് ലഭിക്കുകയായി. ലെവൽ 2 ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രിയേറ്റ് അപ് ടു 20 ആക്റ്റീവ് ഗിഗ്സ്, ഓക്കെ, നമുക്ക് 20ഓളം ആക്റ്റീവ് ഗിഗുകൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ആദ്യം 7 ആയിരുന്നു ന്യൂ സെല്ലർക്ക്, ദെൻ അത് ലെവൽ 1 ആയപ്പോൾ 10 ആയി, ദെൻ ലെവൽ 2 ആവുന്നതോട് കൂടിയിട്ട് 20 ഗിഗുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ ഗെറ്റ് പ്രയോറിറ്റി കസ്റ്റമർ സപ്പോർട്ട്, ഇതാണ് ഇവിടെ ഒരു ആഡ് ഓൺ ആയിട്ട് വരുന്നൊരു കാര്യം. ഗെറ്റ് പ്രയോറിറ്റി കസ്റ്റമർ സപ്പോർട്ടിൽ നമുക്ക് ലെവൽ 2 സെല്ലേഴ്സിന് കുറച്ച് കൂടുതൽ മീൻസ് ചിലപ്പോൾ നമുക്കൊരു ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിപ്ലൈ ലഭിക്കും ലെവൽ 2 സെല്ലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ദെൻ ഏണിംഗ് പെയ്ഡ് ഔട്ട് 14 ഡേയ്സ്, അതായത് 14 ദിവസം തന്നെയാണ് നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസം തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ടോപ്പ് റേറ്റഡ് സെല്ലർ ആവുന്നതോട് കൂടിയിട്ട്, ഓക്കെ, ടോപ്പ് റേറ്റഡ് സെല്ലർ ആവുന്നതോട് കൂടിയിട്ട് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബി ആൻ ആക്റ്റീവ് സെല്ലർ ഫോർ അറ്റ്ലീസ്റ്റ് 180 ഡേയ്സ്, ഓക്കെ, 180ഓളം ദിവസം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫൈവർ അക്കൗണ്ടിൽ ആക്റ്റീവ് സെല്ലറായിട്ട് നിന്നിരിക്കണം. അത് 150 ദിവസം കവർ ആവുന്ന സമയത്ത് മാത്രമേ ഒരാൾക്ക് ടോപ്പ് റേറ്റഡ് സെല്ലർ ആവാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് $100 നമുക്കായി, അതുപോലെ 100 ഓർഡർ നമുക്കായി, $20,000 നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഇതെല്ലാം ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, 150 ദിവസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. 150 ദിവസം നമ്മൾ ആക്റ്റീവായിട്ട് ഫൈവറിലെ സീരിയസ് സെല്ലറായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടോപ്പ് റേറ്റഡ് സെല്ലറായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. ദെൻ അടുത്ത കേസ് നോക്കാം, 100 ഓർഡർ, അതായത് 100 ഓർഡേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഓൾ ടൈം ക്രിയേറ്റ് ചെയ്യണം. ലെവൽ 2 ലെവൽ 1 ന്യൂ സെല്ലറും
ഈ 3 ലെവലിൽ നമ്മൾ ഇരിക്കെ ടോട്ടലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 100 ഓർഡറുകൾ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു റിക്വയർമെൻറ്റ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ദെൻ അടുത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഫൈവറിനെ മറ്റ് സൈറ്റുകളിൽ നിന്ന് നമുക്ക് വിശ്വസ്തമാക്കി തരുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന സൈറ്റാണ് എന്നുള്ളത് പ്രൂവ് ചെയ്ത് തരുന്ന ഒരു സെഷനാണ് ശരിക്കും ലെവൽ ബാഡ്ജുകൾ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം $20,000 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ $20,000 ഫൈവറിൽ നിന്നും ഏൺ ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ ടോപ്പ് റേറ്റഡ് ബാഡ്ജിലുള്ള ആളുകൾ. നിങ്ങൾ ജസ്റ്റ് ഫൈവറിൽ പോയിട്ട് ഏത് കാറ്റഗറിയും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ സെർച്ച് ചെയ്ത് വരുന്ന ആദ്യത്തെ പേജിൽ ഒരു 5 അല്ലെങ്കിൽ 6 ടോപ്പ് റേറ്റഡ് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. $20,000 എന്ന് പറയുമ്പോൾ ഏകദേശം 15 ലക്ഷത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ റുപ്പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14,87,000 അല്ലെങ്കിൽ ആ ഒരു റേറ്റിൻ്റെ അടുത്ത് വരുന്നത്, ഏകദേശം 15 ലക്ഷത്തിൻ്റെ അടുത്ത്, അങ്ങനെ പറയാം, 15 ലക്ഷത്തിൻ്റെ അടുത്തുള്ള ഒരു എമൗണ്ട് ഫൈവറിൽ നിന്നും ഏൺ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും ഈ ടോപ്പ് റേറ്റഡ് സെല്ലർ എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ ആ ഒരു റേറ്റിംഗ് ബാഡ്ജ് കിട്ടിയിട്ടുള്ള ആളുകൾ. അപ്പം ഇങ്ങനെ നമുക്ക് ഒരു ടോപ്പ് റേറ്റഡ് സെല്ലർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂ സെല്ലറിൽ നിന്നും ലെവൽ 1ലേക്കും, ലെവൽ 1ൽ നിന്നും അതിൻ്റെ എല്ലാ ക്രൈറ്റീരിയ, എല്ലാ റിക്വയർമെൻറ്റും കംപ്ലീറ്റ് ചെയ്തിട്ട് ലെവൽ 2ലേക്കും, ദെൻ ലെവൽ 2ൽ നിന്ന് നമ്മൾ ടോപ്പ് റേറ്റഡ് സെല്ലറിലേക്ക് വരിക. ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഏകദേശം 15 ലക്ഷത്തോളം നമുക്ക് ഫൈവറിൽ നിന്നും ഏൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് അത്ര മാത്രമല്ല, മീൻസ് ആ ഒരു എമൗണ്ട് മാത്രമല്ല, പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഈ ടോപ്പ് റേറ്റഡ് സെല്ലർ എന്ന് പറയുന്ന ആ ഒരു കൗണ്ട് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകൾ മാത്രമല്ല ഈ 15, 20, 30 ലക്ഷം ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കുക. അത് ചിലപ്പോൾ ലെവൽ 2ൽ വന്നിട്ടുള്ള ആളുകളും അതിനേക്കാൾ ഉപരി എമൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അതായത് 50 ലക്ഷം, കോടികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട് ഫൈവറിൽ. അത് നിങ്ങൾക്ക് ഓരോ ഗിഗുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓരോ ഇപ്പോൾ ഉദാഹരണത്തിന് ലെവൽ 2 സെല്ലർ ആയിരിക്കെ ഏകദേശം 2000 റിവ്യൂ ഒക്കെ ലഭിച്ചിട്ടുള്ള ഒരാളുടെ ഗിഗ് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക. മീൻസ് അവരുടെ ബേസിക് ഗിഗ് എമൗണ്ടും അവർക്ക് ലഭിച്ചിട്ടുള്ള റിവ്യൂവിൻ്റെ കൗണ്ടും ഒന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില ആളുകളൊക്കെ കോടികൾ ക്രോസ് ചെയ്തിരിക്കുന്നത് ലെവൽ 2 ആയിരിക്കെ തന്നെ കോടികൾ ക്രോസ് ചെയ്തിരിക്കുന്നത് പല ആളുകളുടെ അക്കൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ടോപ്പ് റേറ്റർ ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ 15 ലക്ഷം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കരുതണ്ട. ഇവിടെ ലെവൽ 2 ആയിട്ടുള്ളതും ലെവൽ 1 ആയിരിക്കെ തന്നെ പല ആളുകളും വലിയ എമൗണ്ടുകൾ മീൻസ് ഏൺ ചെയ്തിട്ടുണ്ടായിരിക്കും ഫൈവറിന്ന്. കാരണം അതുകൊണ്ടാണ് ഇത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, ഫൈവർ എന്ന് പറയുന്ന വെബ്സൈറ്റ് നമ്മളൊരു IT കമ്പനിയിൽ പോയി വർക്ക് ചെയ്യുന്ന അതേ ലാഘവത്തോട് കൂടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. അവിടെ ഉദാഹരണത്തിന് നമ്മളൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു, കമ്പനിയിലേക്ക് വർക്ക് ചെയ്യുന്നു, കമ്പനി നമ്മളവിടുത്തെ വർക്കേഴ്സ് ആണല്ലോ, അപ്പോൾ നമുക്ക് ആ ഒരു വർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു, നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ട് കമ്പനിക്ക് കൊടുക്കുന്നു, കമ്പനി ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ് നേരിട്ട് ഫൈവറിലേക്ക് വരുന്നു, ഫൈവറിൽ വന്നിട്ട് അവരൊരു ഫ്രീലാൻസറെ, ഇപ്പോൾ നമ്മളവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വർക്ക് ഡയറക്റ്റ് ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഇൻകവും അങ്ങനെ തന്നെ ആയിരിക്കും. കമ്പനിയിൽ പോയിട്ട് കമ്പനി എന്ത് ചെയ്യുന്നത്, കമ്പനി ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഒരു കമ്പനിക്ക് നൽകിയിട്ടുള്ള കംപ്ലീറ്റ് എമൗണ്ട് ഒരു കാരണവശാലും കമ്പനി അത് വർക്ക് ചെയ്ത ആൾക്ക് കൊടുക്കുന്നില്ല. ഓക്കെ, ഉദാഹരണത്തിന് ഒരു $100 ഒരു വർക്ക് കമ്പനിക്ക് ഒരാൾ നൽകി. അപ്പോൾ ആ $100 ആ വർക്ക് ചെയ്ത് കൊടുത്ത ആൾക്ക് കമ്പനി ആ $100 കംപ്ലീറ്റ് കൊടുക്കത്തില്ല. കമ്പനിയുടേതായിട്ടുള്ള പെർസെൻറ്റേജ്, മാർക്കറ്റ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണ് ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നത്, എംപ്ലോയീസിൻ്റെ സാലറിയിലേക്ക് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫൈവറിൻ്റെ കേസ്, അതുപോലെ അപ്വർക്കിൻ്റെ കേസ്, ഫൈവർ പോലെ തന്നെയാണ് അപ്വർക്കിൻ്റെ കേസിലൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, ക്ലയൻറ്റുകൾ ഡയറക്റ്റ് നമുക്ക് വർക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ഏണിംഗ് ഇതിൽ നിന്ന് കണ്ടെത്താനും സാധിക്കും. ദെൻ ടോപ്പ് റേറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ നോക്കാം. നമുക്ക് 30 ഗിഗുകൾ, ആക്റ്റീവ് ഗിഗുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഇവിടെ വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻറ്റ് എന്ന് പറയുന്നത് യു ഹാവ് യുവർ ഏർണിംഗ് പെയ്ഡ് ഔട്ട് ആഫ്റ്റർ 7 days. ഓക്കെ, ഇതുവരെയുള്ള എല്ലാ ലെവൽ സെല്ലേഴ്സിലും നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് 14 ദിവസമാണ്. അത് 14 ദിവസം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഫൈവർ അക്കൗണ്ടിൽ നിന്നും എമൗണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഫൈവർ അക്കൗണ്ടിലേക്ക് എമൗണ്ട് വരുന്നത്. എന്നിട്ട് മാത്രമാണ് നമുക്കത് വിഡ്രോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ 7 ദിവസം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും ഒരു ടോപ്പ് റേറ്റഡ് സെല്ലർ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ലെവൽ സെല്ലേഴ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയായിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഏതെങ്കിലും വീഡിയോകൾ, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സമയമുള്ളതിനനുസരിച്ച് ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇപ്പോൾ ഞാൻ വിടവാങ്ങുന്നു. ഗുഡ് ബൈ.